ആണോ ഇപ്പോ നിലവിലുള്ള മീഡിയാസുകൾ എല്ലാവരും എത്തിക്സിനെതിരായിട്ടാണോ എങ്ങനെയാണ് അവരിപ്പോ എല്ലാവരും വാർത്തകൾ കിട്ടിയ വളച്ചൊടിക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നില്ല. ഇതിലൊക്കെ യാഥാർത്ഥ്യം എന്താണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മീഡിയാസ് ശരിക്കും രാജ്യത്തിനോടുള്ള ഒരു ഇതാണ്, സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലേ? ഏറ്റവും കൂടുതൽ ഓൺലൈൻ ചാനലിൻ്റെ ഓൺലൈൻ മീഡിയയുടെ എത്തിക്സിലായ്മ ഏറ്റവും കൂടുതൽ ഇതേ ആൾ ഞാൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, സാറ്റലൈറ്റ് മീഡിയയോടെ എനിക്ക് വിയോജിപ്പുള്ളൂ. ഓൺലൈൻ മീഡിയ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മറ്റുള്ളവർ ഉണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട് വിശന്ന് കട്ടാൽ കുഴപ്പമില്ല പറയുന്നുണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം സാറ്റലൈറ്റ് മീഡിയ ആണ്. ഇപ്പം ഞാനന്ന് ട്രാൻസ്ജെൻഡർ കേസ് വന്നപ്പോൾ അവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. അവരന്ന് എൻ്റെ ഫോട്ടോവും പിറരുടെ ഫോട്ടോ വെച്ച് മുഴുവൻ കാണിക്കേണ്ടായിരുന്നു. അവർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുന്നു. എന്നിട്ടാണ് അവർ ഇത് കാണിക്കുന്നത്. ഇവിടെ വനിതാ തിയേറ്ററിൽ വരുന്ന എല്ലാവരും അല്ല, ചില മീഡിയാസ് എല്ലാം വളരെ ചില ഫ്രീലാൻസ് സ്വന്തമായിട്ട് ചെയ്യുന്ന കമ്പനിയല്ല, അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ആളുകൾക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ എന്ത് ചെയ്യുക, എനിക്കോളും ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ട് വന്നിട്ടുണ്ട്. കാരണം നല്ലത് ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവാണ്. അല്ല, നെഗറ്റീവാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കൊടുത്തോണ്ടിരിക്കുന്ന കാര്യമില്ലല്ലോ. നല്ലതും വേണ്ടേ? നല്ലത് ഓടില്ല. എൻ്റെ അനുഭവത്തിന് പറയാം, അതെങ്ങനെ പറയാൻ പറ്റും? നല്ല വീഡിയോസ് ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട ഒന്നെങ്കിൽ കോമാളിത്രം. സിനിമയുടെ കാര്യങ്ങൾ തന്നെ എടുക്കുക. നല്ല സിനിമ ആയതുകൊണ്ടല്ലോ ഓടുന്നത്, മോശം സിനിമകൾ ഓടില്ലല്ലോ. നല്ല സിനിമ നന്നായതുകൊണ്ട് മാത്രം ഓടണമില്ല. എത്ര മോശം സിനിമ ഓടിക്കണം, എത്ര നല്ല സിനിമ ഓടാതിരുന്നുണ്ടോ? ഇപ്പോൾ നാടോടി മനം പറഞ്ഞ എത്രയോ മോശം സിനിമ. ഞാൻ ഇപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ നാടോടി മനം സിനിമ വളരെ മോശമായി. അത് എത്രയോ നല്ല പടം, മോഹൻലാലിൻ്റെ എത്രയോ പഴയ പടങ്ങൾ ഫ്ലോപ്പായി ഉണ്ട്. ഇപ്പോഴും നല്ല ഇപ്പോൾ രവീന്ദ്രൻ എവിടെ നല്ല സിനിമയാണ്, അത് ഓടിയില്ല. എത്രയോ നല്ല സിനിമ ഫ്ലോപ്പ് ആവുന്നു, എത്രയോ മോശം പടങ്ങൾ ഓടുന്നു. മെയിൻലി മീഡിയക്കാരുടെ സമൂഹത്തിന് കുഴപ്പമാണ്, സമൂഹത്തിന് നെഗറ്റീവാണ്. സെക്സ് മാത്രമല്ല, കോമാളിത്രം, സെക്സ്, അഡൽട്ട്, പിന്നെ അപരാധം എല്ലാം ഉണ്ട്. ഇത് ഈ ഇതിൽ ഫ്രീലാൻസ് അല്ല, ചില ആൾക്കാർക്ക് കമ്പനി പോലെയാണ്. അവരാണ് ഇത് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുക. അവർക്ക് വേണമെങ്കിൽ കുറച്ച് എത്തിക്കലാവാം. ഫ്രീലാൻസ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരാൾ വെച്ച് ചെയ്യുന്ന എത്തിക്കലായി കഴിഞ്ഞാൽ ഇതുണ്ട്. എത്തിക്കലായി കഴിഞ്ഞാൽ വരുമാനം കിട്ടില്ല. ഇത് മീഡിയക്കാർക്ക് ഇത് അല്ല മീഡിയക്കാർക്ക് ഇത് ബിസിനസ് അപ്രോച്ചാണ്. ഞാൻ ആദ്യം വൈറലായപ്പോൾ 10-25 ചാനലാണ് വന്ന വീട്ടിൽ ആദ്യകാലത്ത്. അന്ന് ഞാൻ ഒറ്റ രൂപ കാണിച്ചില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബിസിനസ് മൈൻഡർ ആവണേന്നു. ഇവർക്ക് റീച്ചാണ് വേണ്ടത്, റീച്ച് ആൻഡ് മണി. നമ്മളിപ്പോൾ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട, എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണെങ്കിൽ അലൻ ജോസ് പെരേരയ്ക്ക് എന്ത് എത്തിക്സാ ഉള്ളത്? അവനല്ലേ ഏറ്റവും കൊണ്ട് റീച്ചാ? അവനല്ല എന്തുകൊണ്ട് മീഡിയക്കാരോട് പറഞ്ഞു? അവനല്ലേ ഏറ്റവും കൊണ്ട് റീച്ചാ? അതിന്റെ കമന്റ് ബോക്സിൽ ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ? അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും അവർക്കുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ചിലപ്പോ ഭാര്യനെയോ സുഹൃത്തുക്കളോ തെറി പറയാൻ പറ്റാതെ ചിലപ്പോൾ ഇവന്റെ വീഡിയോ എന്നിട്ടായിരിക്കും പറയുന്നത്. അല്ലാതെ ഇവനുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കി മോശം കമന്റ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവണില്ല. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് കാണാൻ ഇത് കാണുമ്പോൾ ഇവന്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആളുകളുടെ? അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ആളാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് മാറുന്നത്. ഇപ്പൊ പോസിറ്റീവ് പബ്ലിസിറ്റി ഇല്ല, നെഗറ്റീവ് പബ്ലിസിറ്റിയേ ഉള്ളൂ. ഒരു ഗുണവുമില്ല. ഒരു പബ്ലിസിറ്റി ആരാണ് ബെറ്ററാണ് നെഗറ്റീവ് പബ്ലിസിറ്റി? ഒന്നുമില്ല. ഇത് മീഡിയക്കാട്ട് ആളുകളുടെ കുഴപ്പമാണ്. ആളുകൾക്ക് വേണ്ട നെഗറ്റീവാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ചെയ്ത്താൻ റീച്ചില്ല? ചെയ്ത്താൻ പറയുന്നത് പലതും കറക്റ്റാണ്, റീച്ചില്ല. എന്തുകൊണ്ട് അലൻ ജോസ് പെരേരയ്ക്ക് റീച്ച് ഉണ്ട്? കാരണം അവന് എത്തിക്സ് സംഭവം അടുത്തോട് പോയിട്ടില്ല. എനിക്കിപ്പോൾ റീച്ച് ഒന്നുമില്ല. ഇപ്പൊ ഏറ്റവും റീച്ചുള്ള പെരേരയ്ക്കാണ്. അത് കളഞ്ഞതല്ലേ? അതൊന്നല്ലേ. ഞാൻ ആദ്യത്തെ ഒരു വർഷം ഇവ വൈറലാണ് വരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിന് ഇവൻ വന്നോടെയാണ് ഈ കോമാളിത്തരം തുടങ്ങിയത്. കുഴപ്പമില്ല, പക്ഷെ ആളുകൾക്ക് വേണ്ടത് അതാണ്.
എല്ലാവർക്കും വേണ്ടത് ഈ ലോകത്ത് മനുഷ്യത്വം, നന്മ, ഇതൊന്നും വിലയില്ല. എല്ലാവർക്കും വേണ്ടത് പണമാണ്. പണത്തിന് വേണ്ടിയൊരു പരിപാടിയാണ്. എല്ലാവർക്കും പണം കിട്ടിയ, പക്ഷെ ഇതൊന്നും ലോങ് ടേമിൽ വർക്കൗട്ട് ആവില്ല. ഇവർക്ക് ആർക്കും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഒന്നുമില്ല. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റ് വേൾഡ് എന്താണ്? കോർപ്പറേറ്റ് വേൾഡ് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ്, എല്ലാ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലാണ് ഒരിക്കലും കള്ളത്തരം കാണിക്കാൻ പാടുള്ളത്. അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാർ അവർ ഒരു മരുന്ന് കൊടുത്തതിന് മരുന്ന് ക്യൂർ ചെയ്യില്ല, കൺട്രോളേ ചെയ്യും. ക്യൂർ ആക്കിയതിന് പിന്നെ ആ മരുന്ന് ആരും കഴിക്കില്ല. എന്തൊക്കെ എല്ലായിടത്തും ഇതെല്ലാം നടക്കുന്നത്. എത്തിക്സ് ആർക്കാ ഉള്ളത്? ഇപ്പോൾ വരാൻ പോകുന്നത്, എവിടെ എത്തിക്സ് ഉള്ളത്? മൂന്നിലുണ്ടോ ബിയോ സിനിമ? മൂന്നിലുണ്ട് എന്താ സിനിമ ഇട്ടല്ല, മറ്റേ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച ആ പടം കാണിച്ചില്ലേ? എത്തിക്സ് കാണിക്കുന്ന ആൾക്കാർ മണ്ടന്മാരെ മാറുകയാണ്. മൂന്ന് വിനീത് ശ്രീനിവാസൻ അത് നെഗറ്റീവിൽ കാണിക്കുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ല, അതുകൊണ്ട് മാത്രം നെഗറ്റീവ് മാത്രം ചെയ്യണം എന്നുള്ളത് ഇതിൽ പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അതും കാണുന്ന ആളുകളുണ്ട്. ഇത് ആദ്യമേ മീഡിയക്കാർക്ക് പറ്റിയ പ്രശ്നമാണ്. ഇവർ ആദ്യം പോസിറ്റീവായി, പിന്നെ F50 ഫാൻ ഫൈറ്റ് ക്ലബ്ബിൽ വന്നപ്പോഴാണ് ഈ അശോക് ഗോക്കിൻ്റെയും ഒമലുലുവിൻ്റെയും പിന്നെ ഏതാണ് ഷാബു മോണെല്ലാം വന്ന് ഫാൻ ഫൈറ്റ് ക്ലബ്ബ് വന്നപ്പോഴാണ് നെഗറ്റീവ് കമൻസ് തുടങ്ങിയത്. നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ എല്ലായിടത്തും. എന്ത് ചെയ്യാൻ? ഞാനൊരു കാര്യം ചോദിക്കുന്നത്, പെരേരെ കാണിക്കുന്നത് എന്റർടൈൻമെന്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ആളുകൾക്ക് ചിലർക്ക് അരോചകമാണ്, ചിലരുടെ തമാശ ചിരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിന് ദോഷമുണ്ടെന്ന് ഇപ്പൊ അണ്ണൻ പറയുന്ന കാര്യം സമൂഹത്തിന് നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ ട്രെൻഡിൽ ഒന്നെങ്കിൽ ഈ ഉള്ളത് ഇത് വെച്ച് മാക്സിമം കാശ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ നമ്മളിത് മാറ്റുക. ഭൂരിഭാഗം ആൾക്കാർ ഇത് മാനിപ്പുലേറ്റ് മാറ്റാൻ നോക്കുന്നില്ല. അവർ അത് വെച്ച് മാക്സിമം കാശിലാക്കാൻ നോക്കുക. ഈ കാലത്ത് കാശാണ് എല്ലാം. കാശ് മീഡിയക്കാർ അതിന് വേണ്ടിയാണ്, അത് ആവശ്യമില്ല. അല്ല, എപ്പോഴും പറയുന്നത് വെച്ചാൽ പെരേരയായാലും അണ്ണനായാലും ചെകുത്താനായാലും സമൂഹത്തിൽ ദൂഷ്യഫലങ്ങളുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. വാർത്തകൾ വളച്ചൊടിക്കുകയും ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുകയും ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പൊ പെൺകുട്ടി ഡോറിൽ തുറന്നു വന്ന സമയത്ത് മോശമായ വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ആരാണ്? ഡോറ് തുറന്ന് നായിക തുറന്നു വന്ന സമയത്ത് മോശമായ വീഡിയോ ഒക്കെ എടുക്കുന്നത് ആരാണ്? ആ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരാണ്? ആൾക്കാർക്ക് പഴയ അമ്മമാർക്ക് വേണ്ടത് അതാണ്. അവർക്ക് സെക്സ് റെസ്ട്രിക്ഷനുണ്ട്, അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്തുകൊണ്ട് പണ്ട് സിനിമയിൽ സെക്സും വയലൻസും കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടത് അതാണ്. ഇപ്പം സിനിമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് ഒരു ബലാത്സംഗ സീനല്ല എല്ലാ സിനിമയിലും ഉണ്ട്. പിള്ളേർ കാണേണ്ടത് ആ കാര്യം. പല പിള്ളേർ ഇത് കാണുന്നുണ്ട്. വാർത്തകൾ കൊടുക്കുന്നു, വളച്ചൊടിക്കുന്നു, തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു. ഇപ്പോൾ വിവേകാനന്ദ വെച്ച് പറഞ്ഞിട്ട് എന്താണ് വെസ്റ്റേൺ കിടക്കുമ്പോൾ വേദാന്തം പണ്ട് കയ്യിലുള്ള ചിലർക്കാരെ ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ശ്രമിച്ചോട്ടെ. എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞ ആൾക്കാരാ, എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. എന്നെ എത്ര ഇരാക്കിയിരിക്കുന്നത്, ഞാൻ പറയാത്ത എത്ര കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കോമാളിയെ മാറിയിരിക്കുകയാണ്. എന്നെ കോമാളി ആക്കിയതാണ് മീഡിയക്കാരെന്നെ കോമാളി ആക്കിയത്. അപ്പം ഞാൻ പറ്റും അന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ആ എല്ലാവരും ഇപ്പം എല്ലാ നെഗറ്റീവ് എല്ലാം അവർക്ക് റീച്ചിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. ടോപ്പ് മീഡിയാസ് പേര് പറഞ്ഞാൽ എനിക്കും പണി കിട്ടും. ഇനി അതുകൊണ്ടോ ഒന്നാണ് ഇവർക്ക് എന്ത് ചെയ്യാണ്. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സത്യം തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത്. ഒരുപാട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത്. സത്യം തുറന്നു പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഇപ്പൊ എന്നെ ഇവർ ശരിക്കും അവഗണിക്കുന്നുണ്ട്. എത്രയോ നാളായിട്ട് അവഗണിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയക്കാര് എല്ലാവരും. അവർക്ക് റീച്ചുള്ള പുറകെ അവർ പോകുള്ളൂ. എത്രയോ ന്യൂസ്. ഇപ്പം ഞാൻ അന്ന് പോലീസ് വന്നപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട് പറ്റിച്ചെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പോലീസ് കേസുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അണ്ണനെ ശരിക്കും അണ്ണനെ കോമാളിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി അവൻ ആഗ്രഹിച്ച ഒരു താങ്കള് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോമാളി എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൺലൈൻ വീഡിയോസ് ആണ്.
ഇവർ നമ്മളെ കോമാളിയാക്കുകയും ചെയ്യാൻ ഒപ്പം നമ്മളെ കളിയാക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അണ്ണത് പറയാൻ പറ്റും. അണ്ണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും അറിയാൻ പറ്റത്തില്ല. അല്ല അങ്ങനെ വരുമ്പോ ഇവര് മാറി ചിന്തിക്കില്ലേ? പറയും അണ്ണൻ പറയും. അതായത് നമ്മൾ തെറ്റ് ചെയ്ത് ജയിലിലിടുന്നതിനാ ആ ഒരു തെറ്റ് മനസ്സിലാക്കി മാറാൻ. അപ്പൊ ഇവർക്ക് ഞാൻ ഇവരെക്കാട്ടും കളിക്കുന്ന സിനിമാക്കാരല്ലേ. ഇപ്പൊ സിനിമാക്കാർ പറഞ്ഞു പെരയുടെ ആറാട്ടന്റെ വീഡിയോസ് എടുക്കേണ്ടാവുന്നല്ലേ. ഇപ്പൊ എന്നെ വനിതാ ടീറ്റിൽ ഞങ്ങളെ എല്ലാം പുറത്താക്കി. ഫോക്കസ് ഞങ്ങളിലേക്ക് വരുന്നു. അവർ ഫോക്കസ് ചെയ്യുന്നില്ല. അത് അവരുടെ കഴിവില്ലായ്മയല്ലേ. അല്ല നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ചാനലുണ്ട്. നിങ്ങൾക്ക് ഞാൻ എത്രയും നല്ല കാര്യം ഇപ്പൊ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം പറഞ്ഞ 2K പോളൂ, 2000K എത്ര പോളൂ. ഒരു മോശം വീഡിയോ ഇട്ട് 55K 60K ആണ്. മണപ്പൂരം പറഞ്ഞിട്ടില്ല. ഞാൻ റിവ്യൂ സത്യസന്ധമായി പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഔട്ടായത്. എനിക്ക് വനിതാ തിയേറ്ററിൽ കയറാൻ പറ്റില്ല. വനിതാ തിയേറ്റർ മൊത്തമാക്കിയിരിക്കുക. ഞാൻ നിഷ്പക്ഷമായ റിവ്യൂ. പെരേര എത്രയോ പടത്തിന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. കാശ് കൊടുത്ത റിവ്യൂ. ഞാൻ ഇതുവരെ കാശ് വാങ്ങിച്ച റിവ്യൂ ആയിട്ടില്ല. എൻ്റെ അവസ്ഥ എന്താണ്? സംസാരിക്കുകയും ചെയ്യുന്നില്ല. അന്ന് സത്യം പുറത്തേക്ക് പറയുന്നില്ല. അണ്ണത് പറയും എന്താണ് അണ്ണന്റെ പ്രശ്നം, എന്താണ് അണ്ണൻ ഇത്രയും മോശമാക്കിയത് ആരാണ്? എല്ലാവരും കണക്കാ, എല്ലാ മീഡിയക്കാരും ഉണ്ട്. എല്ലാ മീഡിയക്കാരും ആരാണെന്ന് പറയാം. എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചു പേര് പറഞ്ഞ വെറുതെ പ്രശ്നമാണ്. ഇനി അടുത്ത പ്രശ്നങ്ങളാവും. എന്തെങ്കിലും ആട്ടെ. അത് പറയാനാണ് നമ്മൾക്ക് ഇത്ര അണ്ണന്റെ മനസ്സ് പറയാനാണ്. ഞാൻ കുറെ സത്യം തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത്. ഏതവസ്ഥ അണ്ണനിപ്പോ റിച്ചാണ്. അണ്ണനിപ്പോ ഒരു മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അറിയാലോ. അതൊരു അച്ചീവ്മെന്റ് അല്ലേ. നെഗറ്റീവ് ഇമേജ് അല്ലേ കോമാളിയായിട്ട് എടുക്കുന്നത്. ഒരുപാട് 2K പിള്ളേർ ഭയങ്കര കളിയാക്കണം. ഈ മീഡിയക്കാട്ടും ട്രോളന്മാരാണ് നമ്മളെ നെഗറ്റീവ് ആക്കിയത്. എല്ലാവർക്കും വേണ്ട റീച്ചാണ്. റീച്ച് ആൻഡ് മണി, അതാണ് എല്ലാവരുടെയും ടാർഗറ്റ്. എന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപാട് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ശരിക്കും അവഗണിക്കുന്നുണ്ട്. ഇപ്പം ഞാനും പെരേനെ വന്നു കഴിഞ്ഞാൽ ഞാനും പെരേനെ വന്ന മീഡിയ പെരേനെ പുറകെ പോകുള്ളൂ. എൻ്റെ പുറകെ വരില്ല. കുറെ കൊടുത്തു, ഒന്നും വരുന്നില്ല. അതായത് വേറെ ചാനൽ ചെയ്യാൻ പറ്റാ. ഇപ്പം ഞാനും പെരേരയും ഒരു സ്ഥലത്ത് വന്നാൽ മീഡിയ പെരേരെ അടുത്തേ പോകുള്ളൂ. എൻ്റെ അടുത്ത് വരില്ല. ഞാൻ വെറുതെ വന്ന അവിടെ എനിക്ക് അവിടെ പടം കാണാൻ പറ്റില്ല. പടം കാണാൻ സമ്മതിക്കില്ല. ടിക്കറ്റിലേക്ക് കാണാം. പക്ഷെ ഇന്നലെ വന്നപ്പോൾ എല്ലാ ഷോവും ഫില്ലായി പോയി. അത് അവർ നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ്. നെഗറ്റീവ് പറയാൻ വേണ്ടി കാസ്റ്റ് ആൻഡ് ക്രൂവിനും കൊണ്ട് തിയേറ്റർ പോയി നിറച്ചു. തിയേറ്റർ പോയി നിറച്ചു. ഒറ്റ ടിക്കറ്റ് പോലും കിട്ടില്ല. തിയേറ്റർ പോയി നിറച്ചതിന് വേണ്ടിയാ നെഗറ്റീവ് വരാൻ പാടില്ല. ഈ FTVH അവിടെ ജെന്യൂൻ റിവ്യൂ ആവണം. അത് കോമൺ സെൻസ് ഇല്ലയോ, മനസ്സിലാവില്ല. ഇവർ പല പടത്തിനും ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ വെച്ച് മുഴുവൻ ഫുള്ളാക്കുന്നതിനാണ് അവരുടെ FTVH എങ്ങനെ ജെന്യൂൻ റിവ്യൂ ആവണം. കാസ്റ്റ് ആൻഡ് ക്രൂ പോസിറ്റീവേ പറയുള്ളൂ, ഫാൻസിയർ പോസിറ്റീവേ പറയുള്ളൂ. ഡിഗ്രേഡേഴ്സ് ലൈറ്റ് എന്ത് നിഷ്പക്ഷമായ റിവ്യൂ ഉള്ളത് FTVH. സെക്കൻഡ് ഷോ തേർഡ് ഷോ ഞാൻ എത്ര കാണും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് ഷോ തേർഡ് ഷോ റിവ്യൂ അപ്പോഴേ ജെന്യൂൻ ഒപ്പീനിയൻ വരുള്ളൂ. ഇവിടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ മുഴുവൻ ഈ കാസ്റ്റ് ആൻഡ് ക്രൂ പോസിറ്റീവ് പറയുള്ളൂ. എത്രയാണ് ഞാൻ കാസ്റ്റ് ആൻഡ് ക്രൂ ആകെ നെഗറ്റീവ് പറഞ്ഞാൽ ഞാനാ ബാഡ് ബോയ്സ് എനിക്ക് ഇഷ്ടമുള്ള നമ്മൾ സത്യം പറഞ്ഞാൽ ഒതുക്കുകയാണ്. ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഓൺലൈൻ FTVH ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്. എല്ലാ സെലിബ്രിറ്റീസ് വരുന്ന ഇവിടെയാണ്, മീഡിയക്കാർ വരുന്ന ഇവിടെയാണ്, വനിതയല്ല. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താൽ ഞാൻ ഇവിടെ ആദ്യമായിട്ട് തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആളെയാണ്. റിവ്യൂ വൺ ഡേ ഉണ്ട് തിയേറ്റർ റിവ്യൂ. ഈ ഓൺലൈൻ മീഡിയ കോവിഡ് ഡൗൺ ആയപ്പോൾ പൊങ്ങിയത് എന്നിലൂടെയാണ്. വനിതാ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെ. പക്ഷേ എന്നെ പാർക്കും വേണ്ട. ഞാൻ പെരേര സ്ഥലത്ത് വന്നാൽ മീഡിയ പെരേര പുറകെ പോകുള്ളൂ, എൻ്റെ പുറകെ വരില്ല. ആളുകൾക്ക് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയില്ല. എനിക്ക് വളരെ റെസ്പോണ്ട് തോന്നിയില്ല. കാരണം നമ്മൾ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെരേര പുറകെ പോകുള്ളൂ, എൻ്റെ പുറകെ ആരും വരില്ല. എന്ത് പുതിയ ആളാണ് അവൻ കാണിക്കുന്ന വെറുതെ കോമാളിത്ര. അങ്ങനെ ഞാനാണ് ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരെ എൻകറേജ് ചെയ്ത ആള്. അതുകൊണ്ട് എന്ത് കാര്യം, നമ്മളെ അവഗണിക്കുകയല്ലേ. ഈ കാലത്ത് എല്ലാവർക്കും വേണ്ട പൈസയാണ്. ഈ കാലത്ത് എല്ലാവർക്കും വേണ്ടൊരു പൈസയാണ്.
15 ഇന്റർവ്യൂ കൊടുത്തു, മിനിയാന്ന് 15 ഇന്റർവ്യൂ കൊടുത്തു, ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കണം. ഇന്ന് നാളെ 25 ഇന്റർവ്യൂ. എന്താണ് അണ്ണൻ പറയുന്ന അണ്ണനെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നു എന്നാണ്. അണ്ണൻ ഈ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഒരു ഇന്റർവ്യൂ പുറത്ത് തരുന്നില്ല, ഇന്റർവ്യൂ എടുക്കുന്നേ ഉള്ളൂ. ഇന്ന് 10 ഇന്റർവ്യൂ, നാളെ 10 ഇന്റർവ്യൂ ഒന്നുമില്ല. ശരി, എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതൽ കാണുന്ന പെരയുടെ വീഡിയോസാണ്. എൻ്റെ കാണുന്നില്ല. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, ഇപ്പം പല ആൾക്കാരും എന്നോട് പറയുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊന്നും എന്നെ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. ഇപ്പൊ മനസ്സിലാത്ത ഇപ്പൊ അണ്ണൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ റീച്ച് പെരടിക്കണമെന്ന് പറയാനാണോ, മീഡിയാസിന്റെ പ്രശ്നങ്ങൾ പറയാനാണോ? അണ്ണന് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്താണ്, എന്തിന്റെ പ്രശ്നമാണ്? എത്തിക്സ്, മീഡിയ എത്തിക്സാ. ആ എത്തിക്സ് മീഡിയ എന്നല്ല, ഈ ലോകത്ത് എവിടെയില്ല, എവിടെ എത്തിക്സ് ഇല്ല. അല്ല, നമ്മളൊരു വാർത്ത കാണുമ്പോൾ അത് സത്യമാണോ കള്ളമാണോ? അതിപ്പോ സാറ്റലൈറ്റ് മീഡിയയാണ് ഏറ്റവും കൂട്ടുമ്പോൾ, അവർ കോടികൾ ഉണ്ടാക്കുന്നവരാണ്, അവരാണ് ഏറ്റവും വലിയ കള്ളത്തരം കാണിക്കുന്നത്. ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിച്ചുള്ള പ്രശ്നം അതും മീഡിയക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്നാണോ പറയുന്നത്? ഇപ്പൊ എന്റെ ട്രാൻസ്ജെൻഡർ കേസ് ഞാൻ ട്രാൻസ്ജെൻഡർ കണ്ടുകൊള്ളൂല്ല. എങ്ങനെയാ അത് വന്നത്? എൻ്റെ ഫോട്ടോ ആണ് 2 ദിവസം ടി വിയിൽ പോയി കാണിച്ചതാണ്. എൻ്റെ ഫോട്ടോ ആണ് കാണിച്ചത്, വേറെ ആൾക്കാരും കാണിക്കാതെ. ഞാൻ ആളെ കണ്ടിട്ടുള്ളൂല്ല. അതിന്റെ മറുവശത്തുള്ള ന്യൂസ് അവർ കൊടുത്തായിരുന്നോ? എന്താ, അതായത് ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ള രീതിയിൽ അവർ ന്യൂസ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ കാണുമ്പോൾ ഇതല്ലേ ഫേക്ക് ന്യൂസ് ആണ് എപ്പോഴാണ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നോം 24 ലൈവിൽ പിന്നോം വന്നു. അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കേസ് പറഞ്ഞ ഞാൻ എന്തിട്ടാണ് ഞാൻ എൻ്റെ പേര് 2 ദിവസം ചാനൽ മുഴുവൻ വന്നത്. അല്ല, ഇതിപ്പോ ഇങ്ങനെ വന്നു, പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ തെളിയുമ്പോ ഇവരിത് കൊടുക്കുന്നില്ല. ആ ചെറിയ ന്യൂസ് ആയിട്ടോ ഇവർ കൊടുക്കും, ചെറിയ ന്യൂസിന് കൊടുക്കും, ചെറിയ ന്യൂസ് കാണിക്കും. ഇവിടെ ന്യൂസ് പേപ്പർ ഒന്ന് നോക്കാലും മുഴുവൻ നെഗറ്റീവ് ന്യൂസാണ്. പോസിറ്റീവ് ന്യൂസ് എല്ലാവർക്കും റാങ്ക് കിട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ചെറിയ പാരഗ്രാഫേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും വേണ്ട നെഗറ്റീവ് ന്യൂസാണ് ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ. തുറന്നു നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ആൾക്കാർ മാറണം, മീഡിയ എല്ലാം മാറണ്ട, ആളുകൾ മാറണം. ആളുകളുടെ അപ്രോച്ചാണ്, ആളുകൾക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ആളുകൾ മാറാത്ത കാലം മീഡിയ മാറാൻ പറ്റില്ല. മീഡിയ എത്തിക്സ് കാണിക്കാൻ പോയിക്കാൻ അവർക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടില്ല, അവർക്ക് ജീവിക്കണ്ടേ. ആളുകൾ ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആളുകൾ മുഴുവൻ എൻജോയ് ചെയ്യുന്ന നെഗറ്റീവാണ്. മറ്റുള്ളവർ ഇപ്പോൾ 2K കേസാണ് സാഡിസ്റ്റ്, മറ്റുള്ളവർ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ബിഗ് ബോസിന് മൃഗത്തിന് നന്നായിട്ട് പോകുന്നു? നെഗറ്റിവിറ്റി അല്ലേ എല്ലാവർക്കും വേണ്ട? നെഗറ്റീവ് ആയി എന്ത് ചെയ്യാണ്? പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് 80s 90s ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് പോസിറ്റീവ് എനർജി ആയിരുന്നു. അന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഫാൻ ഫൈറ്റ് ലെവൽ വന്ന ശേഷം ഭയങ്കര നെഗറ്റീവാണ്. ഇപ്പം എൻ്റെ കമൻറ്റ്സ് നോക്കണം, എന്തൊക്കെ ചെയ്ത് വെക്കുന്നത്. അവർ നമ്മുടെ വീട്ടുകാരെ പോലും വിളിക്കുക. ഇത് സമൂഹം മാറണം, ആളുകൾ മാറണം, ആളുകൾ മാറണം. അതാ ഞാൻ പറഞ്ഞ ഫാമിലിയിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലായിടത്തും നല്ല ഫാമിലി പറ്റില്ല. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റിയാൽ മാറ്റം വരും. ഇതൊരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ എല്ലാം കോർപ്പറേറ്റ്, മെഡിക്കൽ ഫീൽഡായാലും എഡ്യൂക്കേഷൻ ഫീൽഡായാലും എല്ലാ ഫീൽഡും കോർപ്പറേറ്റ് കീഴിലാണ്. അവർക്ക് എന്ത് എത്തിക്സാണ് ഉള്ളത്? ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ലോബി, ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ ഫാർമസ്യൂട്ടിക്കൽ ലോബി എന്താ കാണിക്കുക? അഡിക്ഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എവിടെ എത്തിക്സ് ഉള്ളത്? ആളുകൾ മാറണം, സമൂഹം മാറണം. ഇതിപ്പോൾ എല്ലാവരും പറയും ഞാൻ മാത്രം വിചാരിച്ചാൽ നന്നാവുക. അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നതുകൊണ്ടാണ് നന്നാവാത്തത്. എല്ലാവരും പറയും ഞാൻ മാത്രം വിചാരിച്ചാൽ നന്നാവില്ല. അപ്പോൾ നമുക്ക് ഈ ട്രെൻഡ് പുറകെ പോകാൻ പറയും. എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് നന്നാവാത്തത്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് എന്ത് എത്തിക്സാണ് ഉള്ളത്? സമൂഹം മാറണം, അല്ലാതെ മീഡിയ അല്ല മാറേണ്ടത്, സമൂഹമാണ് മാറേണ്ടത്. ആക്ച്വലി എന്താണ് പ്രശ്നം? പറഞ്ഞ പോലെ അണ്ണന്റെ കേസുകൾക്ക് എതിരെ ഏറ്റവും മീഡിയക്ക് എത്തിക്സ് അണ്ണന് പെട്ടെന്ന് തോന്നാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യങ്ങളല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളെല്ലാം സത്യങ്ങളല്ലേ? അതുപോലെ നല്ലി ജോസ് പെരേരയ്ക്ക് ഓൾറെഡി അണ്ണൻ പുതിയ ആളുകൾ വരുമ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കാറ്. അണ്ണന്റെ പ്രശ്നം ആക്ച്വലി എന്താണ് ഇപ്പോൾ പറയുന്നത്? മീഡിയയുടെ എത്തിക്സ് എന്താ പ്രശ്നം? എത്തിക്സ് പറഞ്ഞാൽ ഇപ്പോൾ ചില മെയിൻ മീഡിയാസ് ഉണ്ടല്ലോ, ഈ കോർപ്പറേറ്റ് ആയിട്ട് അവർ കാണിക്കുന്നത് എടുക്കണം. മറ്റ് ഇൻഡിവിജ്വലായിട്ട് ഈ ഫ്രീലാൻസ് ചെയ്യുന്നവർ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് നെഗറ്റീവ് വേണ്ടേ? ഇപ്പം എൻ്റെ ഇപ്പം ഞാനിപ്പോൾ ചില നായികന്മാരോട് വയ്ക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ ഇമാരെ എടുത്തിട്ടുണ്ട്, ഞാൻ വായി നോക്കുകയാണ് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു. ഇവിടെ കേസ് കൊടുത്തില്ല, എത്ര വർഷമാണ് പറഞ്ഞ് നടക്കേണ്ടി വരും. പോലീസാണ് ഏറ്റവും കറപ്റ്റാണ്. സിനിമാക്കാർ പോലീസുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ആ സിനിമാക്കാർ ഇപ്പം എങ്ങനെ ഞാൻ ചെയ്താൽ തൊപ്പിയിൽ അറസ്റ്റഡായി. പോലീസ് വളരെ കറപ്റ്റാണ്, അത് വളരെ കുറവാണ്. പോലീസ് വളരെ കറപ്റ്റാണ്. അവർക്ക് കാശ് കൊടുത്താൽ അവരെന്തും ചെയ്യും. അത് നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ ഒരുപാട് ടൈം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്.
അത് സംബന്ധിച്ചു നമുക്ക് കോടതി പോലീസ് കറക്റ്റാണ്. എനിക്ക് ബാലയുടെ കേസിൽ അറിയാമല്ലോ എന്ത് സംഭവിച്ചാന്ന്. എന്താണ് ബാലയുടെ കേസ് സാക്ഷിയായി ഞാൻ പിന്നെ 4ാം പ്രതിയായി, ഇപ്പൊ 2ാം പ്രതിയായി. പിന്നെ മൊഴി മൊഴി മാറ്റിയല്ല പറഞ്ഞത്, അത് അവര് FIR മാറ്റിയതാണ്. FIR അല്ലല്ല ചെയ്ത്താണ് അവര് സാക്ഷിയായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ മൊഴി കൊടുത്തിട്ടില്ല. എന്നെ ആദ്യം സാക്ഷിയായിട്ട് അവർ കൊടുത്തിരിക്കണം. പിന്നെ നാലാം ആളായി, ഇപ്പൊ 2ാമത്തെ ആളായി, 2ാം പ്രതിയായി. പ്യുവർലി ഇപ്പോൾ റീ ഇൻവെസ്റ്റിഗേഷൻ നോക്കുകയാണ്. പ്യുവർലി മാനിപ്പുലേഷനാണ്. പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ പൈസയാണ് എല്ലാം. പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം. ഇപ്പം ഞങ്ങൾ യൂട്യൂബേഴ്സ് ഞങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മണിയില്ലാത്തതുകൊണ്ട് ഹോൾഡ് ഇല്ല. ഇവരെന്താ കാണിക്കുന്നത്? സിനിമാക്കാരെന്താ കാണിക്കുന്നത്? ഇല്ലാതെ എത്രയോ കേസ് വന്നിരിക്കുന്നു. നമ്മളൊന്നും ചെയ്യാതെ എത്ര കേസുകൾ വന്നിരിക്കുന്നു. എൻ്റെ കയ്യിൽ വന്നത് ട്രാൻസ്ജെൻഡർ കേസ് എന്താണ്? ഞാൻ കണ്ടിട്ടുള്ളൂല്ല. അങ്ങനെ എത്ര പേരെ ട്രാപ്പ് ചെയ്യണ്ട. ബാലയുടെ കേസാ, പിന്നെ ഇപ്പൊ നടിമാരെ കുറിച്ച് 3 കേസ് മതിയല്ലോ. ഒരു കേസ് ഉണ്ടാക്കിയാൽ കാപ്പിയാ. അതിനെക്കുറിച്ച് അധികം പറയില്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ കമന്റ് ഇട്ടപ്പോൾ എൻ്റെ അടിയിൽ കമന്റ്സ് പോയി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇയാൾ പറഞ്ഞ സത്യമാണ് അവർ പറഞ്ഞത്. ഞാൻ എഴുതിയ എൻ്റെ താഴെ എൻ്റെ ഇതല്ല വേറെ ഇത് നോക്കിയപ്പോൾ കമന്റ്സ് മുഴുവൻ പറഞ്ഞത് ഇയാൾ പറയുന്നത് 100% സത്യമാണ്. ഒരുപാട് പറയുന്ന കമന്റ്സ് ഒന്നല്ല. കാസ്റ്റിംഗ് കൗച്ച് സിനിമ ഫീൽഡ് പണ്ടുകൊല്ലേ ഉണ്ട്. കാസ്റ്റിംഗ് കൗച്ച് അത് എത്ര ഡയറക്ടേഴ്സിന് പറഞ്ഞു, എത്ര പേര് പറഞ്ഞിരിക്കുന്നു. സിനിമാക്കാരൻ മീഡിയയിൽ പറ, സിനിമാക്കാര് ഇന്റർവ്യൂസിൽ മറ്റെല്ലാം പറഞ്ഞിട്ടുണ്ടാ. എല്ലാ ജെയ്ജി ജോർജ് ആണെങ്കിലും എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് സിനിമാ ഫീൽഡിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ പോയി? ഒതുക്കി വെച്ചിരിക്കുകയല്ലേ. എവിടെ പോയി? ഷമ്മി തിലകൻ പറയാം. എനിക്കറിയാം ഷമ്മി തിലകൻ എത്ര വർഷമായിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലായിരിക്കുന്നു. എവിടെ പോയി? എവിടെ വരുന്നു? അത് തെളിവുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ച് ഷമ്മി തിലകൻ എത്ര നാള് അയച്ചു? ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോയി ഹേമ കമ്മിറ്റി? അല്ലെ, നമ്മളിവിടെ ഷേക്കാൻഡ് കൊടുക്കുന്നതാണ് പ്രശ്നം. സിനിമ ഫീൽഡിൽ എന്തൊക്കെയാ നടക്കുന്നത്? എന്തൊക്കെ കേസാ? ആർക്കെതിരെ എന്തൊക്കെ കേസാ വന്ന? ഗോസിപ്പല്ല, തുറന്നു പറഞ്ഞിട്ടുള്ളൂ. മീഡിയ ഡയറക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളൂ. കെ ജി ജോർജ് പറഞ്ഞിട്ടുള്ളൂ കാസ്റ്റിംഗ് കൗച്ച് പണ്ട് മുതലേ ഉണ്ടെന്ന്. കെ ജോർജ് പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ പണ്ട് ശോഭയുടെ കേസ്, ശോഭ സ്ത്രീയെ ഇത് ചെയ്ത ബാലുമേന്ദ്ര, ആ ബാലുമേന്ദ്രനെ എല്ലാം സപ്പോർട്ട് ചെയ്ത. എത്ര നടിമാർ ആത്മഹത്യയിലുള്ളൂ? എത്ര നടിമാർക്ക് എന്തൊക്കെ സംഭവിച്ചു? ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ലേഖനം പറഞ്ഞ ഫ്ലാഷ് ബാക്കിൽ എന്താ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? അതിൽ പോലും കെ ജി ജോർജ് ബാലുമേന്ദ്രനെ ന്യായീകരിക്കുക. ഈ സിനിമയെക്കുറിച്ച് സിനിമകൾ നിങ്ങൾ കാണും. അതിൽ പറയണ്ടല്ലോ ഈ ഫീൽഡിലെ കള്ള്, പെണ്ണ്, ചതി, ഡ്രഗ്സ്, 4 ഉണ്ട്. എല്ലാവരും പറയില്ല. ഞാൻ ഉപയോഗിച്ച സ്റ്റേറ്റ്മെന്റ് ഓർക്കണം. ഞാൻ എല്ലാവരും പറഞ്ഞില്ല, മിക്ക ആൾക്കാരും പറഞ്ഞത്. എന്റെ സ്റ്റേറ്റ്മെന്റ് ഓർക്കണം. ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഒരു നടിയുടെ പേര് പറഞ്ഞിട്ടില്ല, മലയാളം സിനിമയിൽ പറഞ്ഞിട്ടില്ല. മിക്ക എന്ന് പറഞ്ഞത് ആ കേസിൽ കോടതി നിൽക്കില്ല. പോലീസ് വളരെ കറക്റ്റ്. ബാലയുടെ കേസിൽ എന്താ പറഞ്ഞ അതാ പറഞ്ഞു. ഇന്ന് ഒരു പെണ്ണൊരു കേസ് കൊടുത്തു. ഞാൻ ഇവിടെ ലുളുമാളിൽ വെച്ച് ഒരു അറ്റാക്ക് നടന്നപ്പോൾ ഞാൻ കേസ് കൊടുത്തപ്പോൾ അവൻ്റെ കൂടെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു പോകും. ഇല്ലാത്ത കാര്യം. വുമൺ കാർഡ് കളിക്കുകയാണ്. ഞാൻ ജയിലിൽ പോയപ്പോൾ അവിടെ ഒരാൾ പറയാനാണ് അയാളുടെ ഭർത്താവിനെ കയറി പിടിച്ചിട്ട് ഭാര്യയെ കയറി പിടിച്ചാൽ കള്ളക്കേസിലാക്കി. ഇവർക്ക് ഉണ്ടാക്കുന്ന നിയമങ്ങൾ മുതലെടുക്കുകയാണ്. വിജയ് സേതുപതി പേരിൽ കേസ് വന്നില്ലേ? അതിന്റെ ഡീസൻ പേഴ്സണായിട്ട് എടുക്കുന്ന ആൾക്കാർ. അതറിയാം. നിവിൻ പോളിയുടെ പ്രൂവ് ആയില്ലേ? എത്ര പേർക്ക് എത്ര കേസ് വരുന്ന? ആയിക്കോട്ടെ. ഈ സിനിമാക്കാര് എന്താ ഇപ്പൊ ബാലയുടെ കേസിൽ എന്താ സംഭവിച്ചത്? ബാല മാക്ക് കേസിൽ എന്താ നടന്നത്? പോലീസ് എന്താ പറഞ്ഞത്? ഇത് കളി നോക്കാണ്. എന്താ ചെയ്ത? FIR വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു മുഴുവൻ മാനിപ്പുലേഷനാണ്. പോലീസ് കറപ്റ്റാണ്. പോലീസ് കാശ് വാങ്ങിയാണ്. എല്ലാവരും മിക്കവരും തന്നെ പറയേണ്ടതാ. ഞാൻ മെജോറിറ്റിയാ പറയുന്നത്, എല്ലാവരും എന്നല്ല, മിക്കവരും. ഈ ഡയറക്ടേഴ്സ് സിനിമ ഫീൽഡിൽ കാസ്റ്റിംഗ് കൗച്ച് പണ്ട് മുതലേ ഉള്ളതാണ്. അത് എല്ലാ ഡയറക്ടേഴ്സും എല്ലാവരും പറഞ്ഞു. ഇവരുണ്ടാക്കുന്ന സിനിമകൾ കണ്ടു നോക്കും. സിനിമയെ കുറിച്ചുള്ള സിനിമകളാണ്. ഇവിടെ സിനിമ എവിടെ കലയാവുന്നു? പണ്ടുണ്ടായിരുന്നു. അരവിന്ദനും ജോൺ അബ്രഹാം സിനിമ കലയായി. ഇപ്പൊ ബിസിനസ്സാണ്. ജോൺ അബ്രഹാം പടം ഞാൻ കണ്ടിട്ടുണ്ടോ?
കറിയാച്ചൻ്റെ ക്രൂരവൃത്തികൾ, അല്ലെങ്കിൽ അഗ്രഹത്തിൽ കഴുത, അല്ലെങ്കിൽ അമ്മ അറിയാൻ, ഇതെല്ലാം കണ്ടിട്ട് അതൊക്കെയാണ് ശരിക്കും സിനിമകളാണ്. അവര് ആ സിനിമകൾ മെസ്സേജ് പറഞ്ഞു. അല്ല, ഇവരെല്ലാം കലയെ സ്നേഹിച്ചവരാണ്. ഇന്ന് എവിടെ കലയെ സ്നേഹിക്കണം? മുഴുവൻ കച്ചവടമാണ്. സിനിമ എവിടെ കല? മുഴുവൻ കച്ചവടമാണ്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ സിനിമകൾക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ല? കാരണം ലൈഫ് ഇല്ല. ഞാൻ എത്ര സിനിമ പ്രൊമോട്ട് ചെയ്തു, തണുപ്പ് ആണോ, എത്ര സിനിമ പ്രൊമോട്ട് ചെയ്തു. ഞാൻ കലാകാരനല്ല, എനിക്ക് സിനിമ റിവ്യൂ ചെയ്യുന്ന ആളാണ്, ഞാൻ കലാകാരനല്ല. പക്ഷേ ഇതിന്റെ പ്യൂർലി ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. അല്ല, ശരിയാണ്. പണം വേണം, പണം. നിങ്ങൾ അമീർ ഖാൻ മൂവീസ് നോക്കാം, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ പ്രൊഡ്യൂസറിന് കാശ് കിട്ടും, എന്റർടൈൻമെന്റ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ചെയ്യേണ്ടതാ. ഇത് ശരിക്കും നല്ല സിനിമ പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കുമ്പോൾ എന്താ ഇല്ല. അല്ല, ഞാൻ പറയാം സിനിമയുടെ ലക്ഷ്യം പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കലാണ്. മെസ്സേജ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കാക്കാൻ വേണ്ടിയാണ് എന്റർടൈൻമെന്റ് ആഡ് ചെയ്യണം. ഞാൻ ഏത് ജോണ്ടറ പറയുന്നത്? ഞാൻ പറയാം രജനീകാന്ത് പടം ആസ് എന്റർടൈനർ. ഇപ്പൊ ആറാട്ട് ഞാൻ കൊടുത്ത റിവ്യൂ എന്താണ്? ആസ് അല്ല, ആ രീതിയിലാണ്. അത് നല്ല സിനിമ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ ജോണറിലാ പറഞ്ഞതാ. നല്ല സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാനപ്രസ്ഥ ഓടി, വാനപ്രസ്ഥ ആര് കണ്ടു? വാനപ്രസ്ഥ ആര് കണ്ടു? വാനപ്രസ്ഥ പോയി എത്ര തിയേറ്ററിൽ പോയി കണ്ടു? തിയേറ്ററിൽ എത്ര? ആരും കണ്ടിട്ടില്ല. കുറച്ച് പേര്. പടം ഫിനാൻഷ്യലി ഫ്ലോപ്പാണ്. പടം സാമ്പത്തികമായിട്ട് ഫ്ലോപ്പാടോ? മോളെ കുത്തുവാലെടുത്താണ്. വാനപ്രസ്ഥ ഫ്ലോപ്പാണ്. വെറുതെ ആർഗ്യ ചെയ്യാണ്. വാനപ്രസ്ഥ ഫ്ലോപ്പാണ്. ഇത് പത്മരാജന്റെ എത്ര മിക്ക പടങ്ങൾ ഫ്ലോപ്പായിരുന്നു. പത്മരാജന്റെ നല്ല സിനിമകൾ ആർക്കും വേണ്ട. ഞാൻ പറ്റേ ഇപ്പൊ യഥാർത്ഥ കലാകാരൻ ദരിദ്രനാണ് പറയുന്നത്. KG അങ്ങനെയാണ്. ഞാൻ കലാകാരനല്ല. KG പണ്ടത്തെ ഡയറക്ടേഴ്സ് KG ജോർജ് അല്ല, ഒരു വീട് പോലും പണിയാൻ കാശിലായിരുന്നു. ആ വീട്ടിൽ ഇന്റർവ്യൂ കണ്ടോ? ഇന്റർവ്യൂ പറയാം. അതേപോലെ ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് കോൺടാക്ട് ഉണ്ടായതാണ്. പുള്ളി വാടക വീട്ടിൽ നടന്നാണ് ഇത് ചെയ്തത്. ഇവിടെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും 100ഓളം സിനിമകൾ അതിൽ മിക്കതും ഹിറ്റായ കലാമൂല്യങ്ങൾ ഒരുപാട് ഹിറ്റ് ചെയ്ത ആളാണ് ജോൺ പോൾ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ സാമ്പത്തികം ഇല്ലാതെ പോയതിനെ കുറിച്ച് അന്വേഷിക്കുകയോ ആലോചിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ KG ജോർജ് കലയെ സ്നേഹിച്ചത് അദ്ദേഹത്തിന്റെ മികച്ച മിന്നാമിനിയും നൂറുമാട്ടം പോലെ വിട പറയും മുമ്പ് ഒരുപാട് പുള്ളി എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഡൗൺ ആയി? നിങ്ങൾ പറയാം, ഫിനാൻഷ്യൽ എന്തുകൊണ്ട് ഡൗൺ ആയി? അല്ല, ഇവിടെ ഒരു സിനിമ ഇറങ്ങിയ പ്രൊഡ്യൂസറിനെ കാണില്ല, അറിയോ? പ്രൊഡ്യൂസർ അപ്പം മുങ്ങിക്കളി. എത്ര പണ്ടത്തെ ഞാൻ എത്ര സത്യം എന്തിക്കാരും എത്ര പേര് പറഞ്ഞില്ല, ഒരു പടം ഇറങ്ങിയാൽ പ്രൊഡ്യൂസറിനെ കാണില്ല, കാശ് പോലൊന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ട് മമ്മൂട്ടി മോഡൽ ഇപ്പൊ അഡ്വാൻസ് വാങ്ങിയാണ് എന്തിനാണ്? അല്ലെങ്കിൽ കിട്ടില്ല. ഇവന്മാർ മുങ്ങിക്കളി, എവിടെ കാശ് കിട്ടും? ഈ പറഞ്ഞ പ്രൊഡ്യൂസർമാര് സിനിമ പൊട്ടി കഴിയുമ്പോൾ ഈ പ്രൊഡ്യൂസർമാരെ മാത്രമേ ഉള്ളൂ. അതും ചിന്തിക്കണം. ആയിക്കോട്ടെ, അവൻ നല്ല സിനിമ ചെയ്തോട്ടെ. വിത്തിൻ സെക്കൻഡ് സിനിമയിൽ എന്താ നടന്നത്? അത് അവിടെ മീഡിയക്കാരെ കളിച്ചതാ. ഞാൻ പറയാം, അത് മീഡിയക്കാരനാണ്. അവൻ എന്നോട് പേര് പറഞ്ഞ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഞാൻ പറയാം, അതാണ് അയാളുടെ ഉദ്ദേശം. അതുപോലെ എടുത്താൽ മാത്രം വിജയിക്കുള്ളൂ. നീലക്കുയില്ല നിയാസിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് എത്തിയതാ. അയാൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഇപ്പൊ കാണിക്കുന്ന എത്ര ഞാൻ പറയട്ടെ, വിശന്ന് കാട്ടാ കുഴപ്പമില്ല, ബൈബിളിൽ പറയുന്നുണ്ട്. വിശന്ന് കാട്ടാ പറഞ്ഞിട്ടുണ്ട്. പല നടന്മാരും പറഞ്ഞിട്ടുണ്ട് ഇവര് കാരണം ഒരുപാട് അന്ന ഞാൻ ചോദിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ പോയി.
അതല്ലേ എവിടെ പോയി ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരുപാട് മൊഴി കൊടുത്ത നടിമാര് അവര് മുന്നോട്ട് വരാൻ തയ്യാറാണ്. എന്തുകൊണ്ട് വേറെ കാര്യം ചോദിക്കാം എന്തുകൊണ്ട് പാർവതി തിരുവോത്ത് ആരാ കാസ്റ്റിംഗ് ഹൗസ് അപ്രോച്ച് ചെയ്യുന്നത് പറയാത്തതാ? പാർവതി തിരുവോത്ത് പറയണ്ടേ കാസ്റ്റിംഗ് ഹൗസ് നടന്നിട്ടുണ്ടോ? ആരാ കാസ്റ്റിംഗ് ഹൗസ് നടത്തിയെന്ന് പറയുന്നില്ല. കാരണം പറഞ്ഞാൽ ജീവനോട് ഇരിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോട് ഇരിക്കാം. ഇന്ന് ശാന്ത തോമസിന്റെ അവസ്ഥ എന്താണ്? ശാന്ത തോമസിന്റെ അവസ്ഥ അവർ പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്. അവർ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ശാന്ത തോമസ് ജനുവൻ, എനിക്ക് ശാന്ത പണ്ടുള്ള അറിയാം. ശാന്ത തോമസ് ജനുവനാണ്. അവർ ഒതുക്കിയിരിക്കുകയല്ലേ? അത് അവരുടെ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലേ? മെജോറിറ്റി അവരുടെ പ്രൊഡ്യൂസേഴ്സിനാണ്. മെജോറിറ്റി ശരിയാവണമില്ല. ഇവര് മെജോറിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തായിരിക്കും. ഞാൻ പറ്റാം. ഒരു സമൂഹത്തിൽ എടുത്താൽ ഭൂരിഭാഗം ആൾക്കാരും മെജോറിറ്റി ആൾക്കാരും സെൻസില്ലാത്തവരാണ്. വിവരം ബുദ്ധിയുള്ളവർ കുറച്ചുപേരേ ഉള്ളൂ. മെജോറിറ്റി കൊണ്ട് പറയാൻ പറ്റില്ല. അതാണ് ഡെമോക്രസിയുടെ ഏറ്റവും കുഴപ്പം. എൻ്റെ കാര്യമല്ല പറഞ്ഞ ഞാൻ പറയട്ടെ. പൃഥ്വിരാജ് ഒരു കാലത്ത് സത്യം പറഞ്ഞപ്പോൾ ഒതുക്കിയില്ലേ? പണ്ട് അങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ ശരിക്കും ഒതുക്കിയിട്ടുണ്ട്. പാർവതി തിരുവോത്ത് ഒതുക്കി. ഇന്നിപ്പോ ശാന്ത തോമസ് ഒതുക്കി. സത്യം പറയുന്ന എല്ലാവരും ഒതുക്കുകയാണ്. പൃഥ്വിരാജ് ഇപ്പം മാറി, പഴയ ആളല്ല. പുള്ളി പണ്ട് പുള്ളി ആദ്യകാലത്ത് വന്ന സമയത്ത് പുള്ളി സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം എന്താണ്? പുള്ളി പല സത്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് പുള്ളി പ്രാക്ടിക്കലായി. പുള്ളി ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ മണിയടിച്ച് നടക്കുകയാണ്. ഇതെന്നെയാണ് പാർവതി തിരുവോത്ത് ഇപ്പം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരിടയ്ക്ക് എന്തൊക്കെ പറഞ്ഞു അവർ ഒതുക്കി കളഞ്ഞില്ലേ? അത് തന്നെയാണ് ഇപ്പം ശാന്ത തോമസ് സംഭവിക്കുന്നത്. ശാന്ത തോമസ് ഇവൻ എല്ലാവരും പേരുമാണ്. ശാന്ത മുഴുവൻ ചെയ്ത് എനിക്ക് പിന്നെ ശാന്തയുടെ പോസിറ്റീവ് പറഞ്ഞെന്തറിയോ? ശാന്തക്ക് പൈസ ഉണ്ട്. അതുകൊണ്ട് ഈ ലൈനിൽ പുറത്തു പോയാലും കുഴപ്പമില്ല. ബാക്കിയുള്ളവർ അത് വഴങ്ങേണ്ടി പോകുന്നു. ഇപ്പം ശാന്ത തോമസിന് കാശുണ്ട്. കാശുള്ളതുകൊണ്ട് അവർക്ക് ഈ ഫീൽഡിൽ കുഴപ്പമില്ല. അവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പല കാര്യം. പണ്ടേ പറയാം. അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജയ് ബാബുവായിട്ട് തെറ്റായതാണ്. അവര് പണ്ട് മുതലേ അവരെ എനിക്ക് പരിചയമുള്ള അറിയാം. അവരെല്ലാം ടൂ മച്ച് ഫ്രാങ്കായതിൻ്റെ പേരിലാണ് അവരോടൊക്കെ പിരിയാൻ കാരണം. അവർ ടൂ മച്ച് ഫ്രാങ്ക്. അവരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർ മൈ സ്റ്റോറി സംബന്ധിച്ച് പറഞ്ഞില്ലേ? പൃഥ്വിരാജും മറ്റേ പാർവതി തിരുവോത്തും രണ്ടുപേരിനോട് കറങ്ങി നടന്ന ആ സിനിമ മുഴുവൻ കൊളായി. പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ക്ലിയർ ആണതാ. അത് ആ കേസ് മമ്മൂട്ടിയുടെ അടുത്ത് എത്തിയാണ്. എന്നിട്ട് WCC എടുത്തില്ല. അത് പേര് ശാന്ത പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ടാ. ഗോസപ്പ് അല്ല. അത് ക്ലിയർ ആയിട്ട് അത് WCCയിൽ എത്തിയതാണ്. അവരത് ഒതുക്കി കളഞ്ഞാണ്. ആ പ്രൊഡ്യൂസർ ഡയറക്ടർ പറഞ്ഞല്ലോ. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ ഒരു സ്ത്രീയാണ്. റോസ്ലി പറഞ്ഞ പ്രൊഡ്യൂസർ ഡയറക്ടർ. അവര് പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ എന്നോട് പേര് പറയാൻ പറയുന്നത് എന്തിനാണ്? അതെ, എന്നോട് പേര് പറയാത്ത എന്താണ്? നിങ്ങൾക്ക് പേരറിയില്ലേ? ആരൊക്കെയാണ് നിങ്ങൾക്ക് പേരറിയില്ലേ? ഏതൊക്കെ മീഡിയയുടെ പേരാണ് എൻ്റെ നാവലിന് വേണ്ടത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഏതൊക്കെ മീഡിയയുടെ പേരാണ് എൻ്റെ നാവലിന് വേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വേർത്ത് ഇവിടെ ചൂടായോണ്ടാണ്. അല്ലാതെ എന്ത് വേർക്കണം ഉള്ള ആരെങ്കിലും പറയട്ടെ. നിങ്ങളെ ഞാൻ പറയട്ടെ സാറ്റലൈറ്റ് മീഡിയ അങ്ങനത്തെ മീഡിയാസ് വെച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്. അവർക്ക് കോടികൾ ഉണ്ടാക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളാണ്. ഇവരെ മീഡിയ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇവർ പാപ്പരാശികളാണ്. ഇയാൾ പറഞ്ഞ പോലെ, സാബുവൻ പറഞ്ഞ പോലെ പാപ്പരാശികളാണ്. ഇവർ ജേർണലിസം പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇവർ ഒരു മൊബൈൽ ഇല്ല, അങ്ങനെ പറയുന്നില്ല. ഇവർ വെറുതെ മൊബൈൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. സമ്മതിച്ചോ? എന്താണ് ഇവർക്ക് ജേർണലിസ്റ്റിന്റെ എത്തിക്സ് ഒന്നും അറിയില്ല. അല്ല, ഇന്ന് ആർക്കും മീഡിയക്കാരനാവാം. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല. അത് എളുപ്പമാണ്. ഇവിടെ വനിതാ ടീമിൽ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്രമാണ്. ക്യാമറ ഒന്നല്ല, ഒരു ബേസിക് എത്തിക്സുകൾ അറിയണ്ടേ ഇവർക്ക് അതൊന്നും അറിയില്ല. ഒരു മൊബൈൽ കൊണ്ട് ഓൺ പിടിക്കുകയാണ്. ജേർണലിസ്റ്റിന്റെ ബേസിക്സ് പോലും ഇവർക്ക് അറിയില്ല. പ്രോപ്പറായിട്ട് ജേർണലിസം പഠിച്ചിട്ടേ ഇല്ല. ജേർണലിസം വേണം. ആ ജേർണലിസം പഠിക്കണം, അനുഭവിച്ച് അറിയണം. വെറുതെ ഇതിപ്പോ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരും മൊബൈൽ കൊണ്ട് വരികയാണ്. അതാ പറഞ്ഞ അതുകൊണ്ട് ഇവിടെ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതല്ലേ പറഞ്ഞ എല്ലായിടത്തും സ്ട്രീറ്റ്. ഇപ്പൊ എന്റെ റിവ്യൂ ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട.
എന്തുകൊണ്ട് അലൻ ജോസ് പെരേര റിവ്യൂ ചെയ്യേണ്ടതാ? ഇവിടെ യൂണിവേഴ്സിറ്റി റിവ്യൂവിനെക്കാട്ടി ആൾക്കാർ കാണുന്നത് അശ്വൻ ഗോക്ക് റിവ്യൂ. കാരണം അശ്വൻ ഗോക്ക് കോമാത്രം കാണിക്കുന്നു. ഞാനിവിടെ എല്ലാ എന്റർടൈനിങ് ആണ്. അലൻ ജോസ് പെരേര കാണിക്കുന്ന എന്റർടൈൻമെന്റ് ആണ്. അലൻ ജോസ് പെരേര കാണിക്കുന്ന എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് ആൾക്കാർക്ക് വേണ്ടത്. അലൻ ജോസ് പെരേര കാണിക്കുന്ന പ്യൂർലി ഉണ്ട്. ഞാൻ എന്റർടൈൻമെന്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഔട്ടായി. അയാളുടെ പേര് കൊണ്ടിരുന്നത് അണ്ണന്റെ കേസ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, അണ്ണൻ റിവ്യൂ പറഞ്ഞത് എന്തിന്റെ ബേസിലാണ്? ഏത് റിവ്യൂ? സിനിമയുടെ റിവ്യൂ പറഞ്ഞത് എന്തിന്റെ ബേസിലാണ്? ആറാടുകയാണെന്ന് പറഞ്ഞു വന്നത് അത് ഞാൻ അറിയാതായതാണ്. പഠിച്ചിട്ടാണോ? ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്, റിവ്യൂ പറയുന്ന ഒരാള് ഇതിനെക്കുറിച്ച് ഞങ്ങളെല്ലാം പറയുന്ന ഒന്നും റിവ്യൂ അല്ല. ഞാനോ കോക്ക് പറയുന്ന പോലും റിവ്യൂ അല്ല, അഭിപ്രായങ്ങളാണ്. ഇവിടെ അങ്ങനെ റിവ്യൂ എനിക്ക് വേൾഡ് സിനിമയിൽ കണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നോളജ് ഉണ്ടാവണം. ഞാൻ മൂവി റിവ്യൂ പറയുന്നത്, ഞാൻ ഫിലിം ക്രിട്ടിക്കൊന്നല്ല. ഞാൻ ഒരിക്കലും ഈ പടം കാണരുതെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പടം വേട്ടയൻ 600 കോടി കളക്ട് ചെയ്യുന്നു പറഞ്ഞു. അത് കളക്ട് ചെയ്തിട്ട് പടം ഫ്ലോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെ ഉറപ്പിച്ച് പറയരുത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നേ പറയാം. ഞാൻ ഒരിക്കൽ കാണരുതെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സിനിമയെ കണ്ടിട്ടാ അല്ല. അതെങ്ങനെ 600 കോടി കളക്ട് ചെയ്യുന്ന ഏത് അർത്ഥത്തിലാണ് അണ്ണൻ പറഞ്ഞത്? എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് 600 കോടി കളക്ട് ചെയ്യുന്ന എങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാ. 600 കോടി കളക്ട് ചെയ്യുന്നു പറഞ്ഞു. ആ പടം നഷ്ടമായിരുന്നു. ആയിക്കോട്ടെ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആറാട്ട് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫ്ലോപ്പ് ആണല്ലോ. ഞാൻ ആറാട്ട് സിനിമ എവിടെ ഓടി അത് ഞാൻ പറയുന്ന അഭിപ്രായം, ഞാൻ പറയുന്ന റിവ്യൂ അല്ല, ഓൺലി ഒപ്പീനിയനാണ്, അഭിപ്രായമാണ്. ഇത് ഞാൻ കോക്കും എല്ലാവരും പറയുന്നു. അല്ലെങ്കിൽ ജോയ് മാറ്റി പോലെ ആൾക്കാരെല്ലാം വേൾഡ് സിനിമ ആധികാരികമായിട്ട് പറയണമെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വേണം. ഞാൻ റിവ്യൂ പറഞ്ഞു. ഞാൻ അതിന്റെ ഒപ്പീനിയനിൽ പറയുന്നതാണ്. ഞാൻ വണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും കോക്ക് കൊടുക്കണം, ഞാൻ കൊടുക്കണം, ഒന്നും റിവ്യൂ അല്ല. ആരോപണങ്ങൾ വരുമ്പോ ഈ രാജി വെക്കണോ വെക്കണ്ടയോ നമ്മൾ തെളിയിച്ചിട്ടില്ല. അത് ആ രാഷ്ട്രീയത്തിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ. ഇപ്പത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത്. സിനിമയിലാണെങ്കിൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം. എന്തുകൊണ്ട് ഇതെല്ലാം അമ്മേനെ എല്ലാവരും രാജിവെച്ചത്? കാരണം അവർക്ക് ഈ ഹേമ കമ്മിറ്റി പേടിച്ച് തന്നെയാണ്. മോഹൻലാൽ ഉൾപ്പെടെ മോഹൻലാലും പല ആൾക്കാരും, സിദ്ദിഖ് ഉൾപ്പെടെ പല ആൾക്കാരും, അതെല്ലാം പല ആൾക്കാരും രാജിവെച്ചത് അവർ ഈ ഹേമ കമ്മിറ്റി പേടിച്ച് തന്നെയാണ്. രാജിവെക്കണമെങ്കിൽ പണ്ടേ രാജിവെക്കാനും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്ര നാളെ എന്തുകൊണ്ട് വരുന്നില്ല? അത് എത്ര നാളെ ഇങ്ങനെ തള്ളി മാറ്റണം? ആ മൊഴി കൊടുത്തവർക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ? അതാ പറയാം, എല്ലാം കണക്കാണ്. അത് തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. നിങ്ങളെ കഥകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കഥകൾ പറയാനുണ്ട്. ഗണേഷ് കുമാർ പറഞ്ഞതാണ്. ആളത്തെ ശരിയാണ്. നിങ്ങൾ ഈ WCC ആൾക്കാർ കഥകൾ പറയുമ്പോൾ ഞങ്ങൾക്കും കഥ പറയാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു ചോദിച്ചു ആരാണ് എന്നെ കാർഷിക ഓപ്പറേറ്റർ പറയാത്തത്? കാർഷിക ഇട്ടിട്ടുണ്ട്, ആരും പേര് പറയുന്നില്ല. ഗണേഷ് കുമാർ പറഞ്ഞ കറക്റ്റാണ്. അവർക്ക് കഥ പറയാനുമ്പോൾ ഞങ്ങൾക്കും പറയാനുണ്ട്. എല്ലാം കണക്കാണ്. ഈ ഫീൽഡിൽ കള്ള്, ഡ്രഗ്സ്, ചതി എല്ലാം ഉണ്ട്. ഈ ഫീൽഡ് മാത്രം ഞാൻ ഈ ഫീൽഡിന്റെ കാര്യം പറയാം. എല്ലാ ഫീൽഡിലും ഉണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ ഇപ്പം ഞാൻ പറയാം, കള്ള്, ഡ്രഗ്സ് പറയുന്നേക്കാം. അല്ല, കള്ള്, ഡ്രഗ്സ് പറയട്ടെ കള്ള്, ഡ്രഗ്സ്, പെണ്ണ ഇത് വരാൻ കാരണം ഇത് ക്രിയേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ടാണ്. ചതി വരാൻ കാരണം ബിസിനസ് ആയതുകൊണ്ടാണ്. എല്ലാ ഫീൽഡിലും പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഫീൽഡ് ഇത് കുറച്ച് കൂടുതലാണ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റേ ഫീൽഡിൽ ഇപ്പോഴാണ് മോശം പറയുന്നത്. പണ്ട് എത്ര നടിമാര് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഇവരെന്നെ പറഞ്ഞിട്ടില്ല, സിനിമാക്കാരനെ പറഞ്ഞിട്ടില്ല, എന്തൊക്കെ. ഇപ്പോൾ ശോഭ ആക്ട്രസ് പറ്റി എന്താണ് ഇപ്പൊ അന്നൊരു കേസായോ? ഇന്നിപ്പോ ഇന്നിപ്പോ നടിയെ ആക്രമിച്ച കേസല്ലേ ഭൂരിഭാഗം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? വെറുതെ പേരിന് പറയും, ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് പറയും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കുറ്റാരോപണത്തിനെയാണ്. കാരണം ഈ കേസ് മണി, പുള്ളിക്ക് ക്യാഷ് ഉണ്ട്. എന്ത് സത്യം? അല്ല, എന്തിനാ സപ്പോർട്ട് ചെയ്യുന്ന? എന്തിനാ അങ്ങനെ ആ മനുഷ്യൻ എന്തിനായാലും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം എത്ര പേരുണ്ട്? എല്ലാവരും പേരിന് പറയും. ആരുള്ളത്? ആരുമില്ല. എല്ലാവരും ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം. ഭൂരിഭാഗം ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം. ഈ ദിലീപ് വിഷമാണ് പണ്ടേ തിലകൻ പറഞ്ഞാണ്. എത്ര പേര് ഒതുക്കിയിരിക്കുന്നു വരാം. തിലകനെ വിലക്കിയില്ലേ? എത്ര പേര് വിലക്കിയിരിക്കുന്നു? സത്യം പറഞ്ഞ എല്ലാവരും വിലക്കാണ്.
സത്യം പറഞ്ഞ എല്ലാരും വിളിക്കുകയാണ്. ദിലീപിനെ കുറിച്ചുള്ള തീരുമാനം ചിന്ത മാറ്റിയിരുന്നു. ദിലീപ് ഷമീർ പറയട്ടെ, ദിലീപ് ഒരുപാട് പേര് പണി വെച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല, ഒരുപാട് പേര് ഒതുക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഈ പണി വെക്കുക എന്നാണ് സിനിമ ഫീൽഡ് അതുണ്ട്. തിലകൻ ഒതുക്കി, ഇപ്പൊ എത്ര പേര് ഒതുക്കി? സത്യം പറഞ്ഞാൽ എല്ലാവരും ഒതുക്കുകയാണ്. ഞാൻ എന്നെ എന്തിനാണ് ഒതുക്കുന്നത്? ഈ ഒതുക്കി എന്ന് പറഞ്ഞ സമയത്ത് പൃഥ്വിരാജിന്റെ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായി ക്ലാസ്മേറ്റ്സ്. അത് വിനയനുണ്ടായോണ്ടാ ആയിക്കോട്ടെ. വിനയൻ എത്ര വർഷം മാറിയതാ? വിനയനെ എത്ര വർഷം? 9 വർഷം മാറ്റി നിർത്തിയതാ. വിനയൻ സത്യം പറഞ്ഞുകൊണ്ടാ. ദിലീപ് അത്ര സ്ട്രേറ്റ് ആയിട്ട് ആളല്ല. ദിലീപ് അത്ര സ്ട്രേറ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പരിചയമില്ല, സിനിമാക്കാരന് പറഞ്ഞിട്ടുണ്ട്. ആന പകയുള്ള പല സിനിമക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞു ദിലീപ് സിനിമക്കാരൻ മോശക്കാരനാണ് എന്ന് പറഞ്ഞു. വിനയം പറഞ്ഞല്ലോ ദിലീപിന് ആന പകയാൻ ദിലീപ് പറഞ്ഞിട്ടുള്ളോ? വിനയം പറഞ്ഞിട്ടുണ്ടോ? വിനയം പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തിലകൻ പറഞ്ഞു, വിഷമാണ് പറഞ്ഞു. ആയിക്കോട്ടെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എത്ര പേര് ഒതുക്കിയിരിക്കുന്ന? എന്തുകൊണ്ട് മഞ്ജു വാര്യർ രണ്ടാമത് വന്നിട്ട് അവർക്ക് ചാൻസ്? അവരെത്ര നല്ല സിനിമ എന്താ ഓടാത്തതാണ്? എത്രയും നല്ല സിനിമകൾ മഞ്ജു വാര്യർ സെക്കൻഡ് വന്നപ്പോൾ ചെയ്തു. റോസ് ആൻഡ്രസ് പറഞ്ഞല്ലോ ഹൗൾഡറിലും അല്ല, റോസ് ആൻഡ്രസ് പറഞ്ഞു ഹൗൾഡറെ സിനിമയല്ല, മഞ്ജു വാര്യർ മാറ്റണം വന്ന് റോസ് ആൻഡ്രസ് ദിലീപ് വിളിച്ചു പറഞ്ഞു. ഇതേ ദിലീപാണ് കുഞ്ചാക്കോ ബോബനെ ഒതുക്കാൻ ശ്രമിച്ചത്. കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിട്ടുള്ളോ? എന്നിട്ട് എന്തിനാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? ദിലീപെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ദിലീപിന്റെ ഈ പ്രിൻസൽ ഫാമിലിക്ക് മുന്നുള്ള പടങ്ങൾ നല്ല ഫിലിമാണ്. ഞാൻ നല്ല റിവ്യൂ കൊടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പ്രിൻസൽ ഫാമിലി വിട്, അതിന് മുന്നുള്ള പടങ്ങൾ എങ്ങനെ? രാമലീല ഓടിയില്ലേ? അത് പടം കൊള്ളാത്തതുകൊണ്ടാ. മഞ്ജുവാരിന്റെ അങ്ങനെയല്ല. മഞ്ജുവാരിന്റെ സെക്കൻഡ് എല്ലാ പടം നല്ലതാണ്. ഓൾമോസ്റ്റ് എല്ലാ പടം അതൊന്നല്ല. ഒരുപാട് ഔട്ട് ഓഫ് ബോക്സ് എത്ര മൂവി ഫൂട്ടേജാ അല്ലെങ്കിൽ എത്ര മൂവീസ് വന്നു. ഔട്ട് ഓഫ് ബോക്സ് എത്ര ഫിലിം വന്നു? ഒന്നും ഓടിയില്ലല്ലോ. ആകെ മോഹൻലാലിനെ കൂടെ ചില സിനിമകൾ മാത്രം ഓടി. ഒരു സിനിമ ഓടാത്തത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തത് അത് പറയാൻ പറ്റില്ല. പല നല്ല സിനിമ ഫ്ലോപ്പ് ആയിട്ട് പല മോശം സിനിമ ഓടിയിട്ടുണ്ട്. മോഹൻലാലിന്റെ എത്ര പഴയ പടങ്ങൾ ഫ്ലോപ്പാണ്. പണ്ട് ഫ്ലോപ്പ്, ഇപ്പോഴും ഫ്ലോപ്പാണ്. ദേവദൂതൻ ഫ്ലോപ്പ് ആയില്ലേ? റിലീസ് ലേറ്റ് ആയിട്ടാ. ഇപ്പോഴും എത്ര നല്ല പടം ഞാൻ കണ്ടോ? തണുപ്പിന്റെ പടം നല്ല പടം ആര് കണ്ടു? എത്രയോ നല്ല പടം ഫ്ലോപ്പ് ആവും. തണുപ്പിന്റെ പടം ഓടിയോ? ഞാൻ പ്രൊമോട്ട് ചെയ്ത പടമാണ്. അതാ പറഞ്ഞ, അതാണ് ഈ ആളുകളുടെ കുഴപ്പം. മാസ് സൈക്കോളജി. എന്തുകൊണ്ട് ജയിലർ പോലെ പടങ്ങൾ ഓടുന്നു? ജയിലർ വലിയ മൂവിയാണ്. അതാ പറയാം. അതുകൊണ്ടാണ് മാസ് പടങ്ങൾ ഓടുന്ന. അത് നല്ല സിനിമ പറയാൻ പറ്റില്ല. മാസ് പടങ്ങൾ ഓടുന്നത് അതുകൊണ്ടാണ്. മാസ് പടങ്ങളാണ് എല്ലാ കാലത്തും ഓടിയിരിക്കുന്നത്. മാസ് പടങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ്? ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കാത്തവരാണ്. ഏതാ ഐഫിഎൽ എത്ര പേര് പോകുന്നുണ്ട്? അതാ പറഞ്ഞ സമൂഹത്തിലെ മാസാണ് കൂടുതലാണ്. മാസാണ്. ഇതന്നെയാണ് പ്രശ്നം. ഇതന്നെയാണ് മീഡിയ നെഗറ്റീവ് കാണിക്കുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയാണ്. മെജോറിറ്റി ആൾക്കാർ മാസാണ്. മാസിൽ ചിന്തിക്കാനോ ഇതൊന്നും കഴിവില്ല. അവർക്കും ഇതാ വേണ്ടത്. ഇതേ മാസിലാണ് ഈ പറയുന്ന മീഡിയാസിൽ കൊടുക്കുന്നത്. ഏതാ അത് അപ്രിസിയേറ്റ് ചെയ്യാൻ ഓഡിയൻസ് ക്ലാസ് ഓഡിയൻസാണ്. അത് വളരെ കുറവാണ്. ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാസാണ്. അതുകൊണ്ടാണ് മാസ് പടം. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ സിനിമാക്കാരൻ എന്താ ചെയ്യുന്നത്? പുലിമുരുകൻ പടം ഓടി. എന്തിനും ഉള്ള പടം പുലിമുരുകൻ പടം ഉപയോഗിക്കാൻ കാരണം മാസ് സൈക്കോളജി. പുലിമുരുകൻ പടം മാസ് സൈക്കോളജി മനസ്സിലാക്കി ഇറക്കിയ പടമാണ്. ഭൂരിഭാഗം ആൾക്കാരും മാസാണ്. ഇതുകൊണ്ട് തന്നെയാണ് പല മീഡിയക്കാരും ഇങ്ങനത്തെ ന്യൂസ് ഇടുന്നത്. കാരണം മാസ് ആൾക്കാർക്ക് വേണ്ടിയാണ്. ഒരു സമൂഹത്തിൽ ഒരു 95-98% ആൾക്കാർ മാസാണ്. ഈ ചിന്തിച്ച് അങ്ങനെ ഇന്റലക്ച്വൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പല എൻ്റെ ആർട്ട്പടങ്ങൾ എവിടെ ഓടുന്നത്? എത്ര ആർട്ട് ഫിലിംസ് ഫ്ലോപ്പായിട്ടുണ്ട്? ആറാട്ടിൽ ഞാൻ കള്ളല്ല. ആ ജോണറിൽ നല്ലതാണ് പറഞ്ഞത്. ആ ജോണറില്ല മാസ് സൂപ്പർ ആ ലോജിക്കില്ലാത്ത ആ ഒരു ജോണർ നല്ല പടമാണ് പറഞ്ഞത്. അല്ലാതെ അത് വാനപ്രസ്ഥോ അല്ല. അത് പുലിമുരുകൻ ശരിയല്ല. ആറാട്ട് നല്ല ആക്ഷൻ എന്റർടൈനറാണ് പറഞ്ഞത്. പുലിമുരുകൻ എനിക്ക് തോന്നിയില്ല എന്റർടൈനർ ആയിട്ട്. ഇപ്പൊ നരസിംഹ സിനിമയാണ് മോഹൻലാലിന്റെ കരിയർ നശിപ്പിച്ചത്. നരസിംഹൻ സിനിമ മോഹൻലാലിന്റെ കരിയർ പോയാ ആയിക്കോട്ടെ. അതിന്റെ എല്ലാ ക്വാളിറ്റി പോയി. ഇപ്പൊ കഴിഞ്ഞ 26 വർഷം എടുത്ത് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ നല്ല സിനിമ ബ്ലസ് ചെയ്തിട്ടുള്ള തന്മാത്ര, ബ്രഹ്മരം, പ്രണയം, കുറച്ച് മൂവീസുകൾ. ബാക്കിയെല്ലാം ചവറാണ്. എത്ര ചവർ മൂവിയിലാണോ? പണ്ടത്തെ 80s 80s 90s മോഹൻലാൽ നോക്കുക.
80s 90s മോഡലാണോ നരസിംഹ ശേഷം വന്ന മോഡൽ എത്രയോ ഫിലിംസ് ഒഴിവാക്കാൻ വേണ്ടി അതിന് തുടരാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഫോർമുല ബേസ് മൂവിയാണ്, ഞാൻ കണ്ടു. അത് ഫോർമുല ബേസ് അതിൽ സെക്കൻഡ് ഹാഫ് കാണിക്കുന്ന അല്ലല്ല അതിൽ തുടരത്തില്ല. സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന ദൃശ്യത്തിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ആ സിനിമ ഒരു ഫോർമുല പഴയ ഒരു മോഹൻലാലിൻ്റെ പാവം മോഹൻലാൽ ഇങ്ങനെ വെച്ച് ചെയ്താണ്. എനിക്കത് വലിയ സിനിമയെ തോന്നിയില്ല. ദൃശ്യം ഇന്നും നല്ല ഫിലിമാണ്. സിനിമ ഇഷ്ടപ്പെടാനില്ല. അപ്പൊ ആറാട്ട് മാസോട്ടല്ലേ നീക്ക് ഇഷ്ടപ്പെട്ടതാ? അതല്ല പറഞ്ഞ മാസ് ഓഡിയൻസ്, അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അണ്ണൻ ഇഷ്ടപ്പെടില്ല. അണ്ണൻ ഒറ്റപ്പെട്ട് നിൽക്കണം. അങ്ങനല്ല, എനിക്ക് ഇഷ്ടമാണ് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുള്ള പറയും. ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമ ഭൂരിഭാഗം ആളുകളും മോശം പറഞ്ഞ ഈ പറയുന്ന അത്ര മോശമല്ല. ഞാൻ പറഞ്ഞാൽ ഈ പറയുന്ന അത്ര മോശമല്ല. ഞാൻ പറഞ്ഞതാണ്. ഞാൻ ആ പടം കണ്ടപ്പോ അങ്ങനെയൊന്നുമല്ല. ഈ പടം പറയുന്ന അത്ര മോശമല്ല. കൂലി മൂവി ഞാൻ കണ്ടതാണ്. ഈ പറയുന്ന അത്ര മോശമല്ല ഞാൻ പറഞ്ഞത്. പറയുന്ന അത്ര മോശമല്ല ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും മാസാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഈ മീഡിയം ഇങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് മാസിനെ സാറ്റിസ്ഫൈ ആണ്. മെജോറിറ്റി പോപ്പുലേഷൻ അവരാണ്, അല്ലാതെ ജെന്യൂനായിട്ട് ആൾക്കാർ കുറവാണ്. അണ്ണാ ഒരു പ്ലേറ്റ് കഞ്ഞി അവിടെ പൊറോട്ടയും ബീഫും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊറോട്ടയും ബീഫും കഴിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ കൊളസ്ട്രോൾ ഉള്ള കഞ്ഞിയാണ് ആരോഗ്യത്തിന് നല്ലത്. പുലിമുര അല്ലേ മറ്റേ ഇപ്പൊ ലൂസിഫർ പുലി ഇതുകൂടെ ഓടിയ വേറെ ആർട്ട് ഫിലിം പറഞ്ഞു ഒരു ലൂസിഫർ പോലെയോ പുലിമുരുകൻ പോലെയോ. അണ്ണനെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇവിടുത്തെ സാധാരണക്കാര്. അവര് റിലീഫിന് വേണ്ടി പോകുന്നവരാ. അവര് ജോലി കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാനും കൈയടിച്ച് വെള്ളം വെക്കാനോ 150 രൂപ. അപ്പൊ ബാക്കി അല്ലാതെ അവിടെ പോയിട്ട് PhD ചെയ്യാനല്ല പോകുന്നത്, തിയേറ്ററിൽ പോകുന്നത് ഇവിടുത്തെ മെജോറിറ്റി. അതാണ് കുഴപ്പം. അവിടെയാണ് കുഴപ്പം. അതുകൊണ്ട് ഞാൻ അലിൻ ജോസ് പെരേരയും പൊങ്ങി വന്നത്. ഈ അലിൻ ജോസ് പെരേര പൊങ്ങിയാൻ കാരണം ഇതാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് ജോലി ചെയ്ത് സ്ട്രെസ് ഭൂരിഭാഗം ആൾക്കാർ ജോലി ചെയ്ത് സ്ട്രെസ് അനുഭവിച്ച് അവസാനം റിലാക്സ് ചെയ്യാൻ പോകുന്ന മുമ്പ് പെരേരയുടെ വീഡിയോസ് കണ്ടാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അലിൻ ജോസ് പെരേര പൊങ്ങിയാൻ കാരണം ഇതെന്താണ്? ഈ മാസം പുള്ളി അതേ മാസ് സൈക്കോളജി മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നത്. അതേ മാസ് സൈക്കോളജി മനസ്സിലാക്കിയാണ് പെരേര വന്നിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കണം പെരേര പൊട്ടറാണെന്ന് ചോദിക്കണം. എല്ലാം ഒരു പൊട്ടനും അല്ല, എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. അവൻ ഇവിടുത്തെ ഈ മാസ് സൈക്കോളജി മനസ്സിലാക്കി അത് ഈ സിനിമാക്കാരുടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ചെയ്താണ്. പൊട്ടത്തരം മണപ്പൂരം കാണിക്കുന്ന കുറച്ച് പൊട്ടറാണ് എന്ന് പറയുന്നില്ല. പക്ഷെ വക്രത നന്നായിട്ടുണ്ട്. എങ്ങനെ ഇപ്പോൾ എന്റർടൈനർ ആയത് ഇത്രയും അല്ല ഇതിനെ പറ്റി അയാളുടെ വീഡിയോസ് ഇത്രയും റീച്ച് കിട്ടാനും കാരണം എന്താണ്? ഇത്രയും റീച്ച് കിട്ടാനും കാരണം ആൾക്കാർ ജോലി ചെയ്ത് എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തുണ്ട്. അവർ ജോലി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് പെരേരയുടെ വീഡിയോസ് കാണും. അദ്ദേഹം പറഞ്ഞ മാസാണ്. അതിന് സമയമില്ല അവർക്ക് എന്റർടൈൻമെന്റ് വേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഇതേ സംഭവമാണ്. ഇതേ മാസ് പടം പറഞ്ഞില്ലേ, ഈ മാസ് സൈക്കോളജി സംഭവമുണ്ട്. മാസ് സൈക്കോളജിയാണ് നമ്മൾ പോയി ചെയ്യണം. എനിക്ക് അസൂയൊന്നുമില്ല. പറഞ്ഞെന്താ എങ്ങനെ അസൂയാണ് ഉള്ള കാര്യം പറയാൻ പാടില്ല. ഇതൊക്കെ മാറി വരും, പെരേരയൊക്കെ മാറും. ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ഞാൻ മറ്റേ എന്നും ഇപ്പൊ ചെയ്താണ് എന്താ റീച്ച് ഇല്ലാത്തത്. അയാളങ്ങനത്തെ മാസ് പിടിക്കാറില്ല. അയാൾ മാസ് പിടിക്കാത്തത് കൊണ്ടാണ് അയാൾക്ക് ഇപ്പൊ റീച്ച് കുറവായത്. മാസാണ് എല്ലാവർക്കും വേണ്ടത്. പണ്ട് അങ്ങാടി വന്ന് ചെയ്യേണ്ട സിനിമ ഓടിയത് എങ്ങനെ എല്ലാ കാലത്തും ഈ എന്താണ് മോഹൻലാൽ പടം ഉണ്ടല്ലോ, എല്ലാം ഇങ്ങനത്തെ പടം ഓടുള്ളൂ, മാസേ ഓടുള്ളൂ. അങ്ങനെയാണ് ഞാൻ മീഡിയക്കാർ കാണിക്കുന്ന ഓൺലൈൻ മീഡിയ അവർക്ക് എന്തുകൊണ്ടാണ് ഈ കാണിക്കുന്നത്? ഒളിച്ചിട്ട് കാണാൻ പറ്റില്ല. തിയേറ്ററിൽ പോയി കാണാനുള്ള ധൈര്യമില്ല. മറ്റൊരു മുമ്പിലാ ഒളിച്ചിട്ട് കാണും. ഈ കാണുമ്പോ ഇതേപോലെ ഒളിച്ചിട്ടായി കാണണം. അത് ഓടിയുണ്ട്, പക്ഷെ അന്നെക്കാട്ടും ഓടേണ്ട ഞാൻ ശരിക്കും പറഞ്ഞ. അപ്പൊ ഓടിയെന്ന് ഓടി എന്ന് പറഞ്ഞാൽ നരസിംഹ ഓടുകൾ ഓടിയോ? നരസിംഹ ഓടുകൾ ഓടിയോ? പുലിമുരുകൻ ഓടുകൾ ഓടിയോ? നരസിംഹ അടിച്ചിട്ടില്ല. വലിയേട്ടൻ വലിയിട്ടൊന്നല്ല. നരസിംഹന്റെ റെക്കോർഡ് വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അണ്ണന് പല കാര്യങ്ങളും അസൂയാണ്, പലതും പറയാൻ ധൈര്യം കാണിച്ചാൽ ഈ അവസ്ഥയിലെത്തി. എനിക്ക് എന്താ അസൂയ? എനിക്ക് അസൂയ. ഞാൻ വൈറലായി
ഞാൻ വൈറലായി ഒരു വർഷം കഴിഞ്ഞ് പെരേര വന്നപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞു ഒതുക്കാൻ ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ ടൈഗറിനെ പ്രൊമോട്ട് ചെയ്തു, കിംബോയെ പ്രൊമോട്ട് ചെയ്തു. എനിക്കെന്താ ചെയ്യാം? അല്ല ഞാൻ പറ്റും, നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ്, നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ് പെരേര ഈ ലെവലിൽ എത്തിച്ചത്. അത് ഓർക്കണം. ആ പെരേര ഈ ലെവലിൽ എത്തിച്ച നിങ്ങൾ ഉൾപ്പെടെ ആൾക്കാരാണ്. ഈ പറയുന്ന അണ്ണന്റെ ഈ തിയേറ്ററിൽ പോയി കണ്ടേക്കുന്ന അടുത്ത മൂവി തിയേറ്ററിൽ പോയി കണ്ട അടുത്ത മൂവി ഏതാ? എനിക്ക് ഓർമ്മയില്ല. ഒരുപാടുണ്ട്. കൂലി ഇത് ഈ മാർക്കോ എന്നല്ല, നിങ്ങൾ ഉൾപ്പെടെ മീഡിയക്കാരാണ് പെരേര ഈ ലെവലിൽ എത്തിച്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടയോ? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് പറഞ്ഞപ്പോ അവസാനിപ്പിക്കും. സത്യം ഏതാണെന്ന് അറിയില്ലല്ലോ. ആരാ പറഞ്ഞത് സത്യം? അല്ലല്ല, അല്ല ഇയാളാണോ അവരാണ് സത്യം എന്ന് അറിയില്ലല്ലോ. ദിലീപിനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സിനിമാക്കാരന് പറഞ്ഞിട്ടുണ്ട്. അല്ല സിനിമാക്കാരൻ എനിക്ക് സിനിമാക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എത്രയോ സിനിമാക്കാർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാം അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ തന്നെ ഇത് ഉറപ്പുണ്ടോ? അല്ലല്ല നിങ്ങളുടെ അല്ല ഞാൻ ചോദിച്ചിട്ടാണ് ഇപ്പൊ ചോദിക്കാം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഉറപ്പുണ്ടോ? നിങ്ങൾ കണ്ടിട്ടാണോ? കണ്ടിട്ടില്ലല്ലോ. സിനിമാ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. ദിലീപ് ആസ് കോമഡി ചെയ്യാൻ എനിക്ക് ദിലീപിനെ കോമഡി ചെയ്യുന്നത് മോഹൻലാലിനെക്കാട്ട് ഇഷ്ടം ദിലീപാണ്. ഏറ്റവും നല്ല കോമഡി ചെയ്യുന്നത് ദിലീപാണ്. ദിലീപ് നല്ല കോമഡി ചെയ്യുന്ന ആളാണ്. ഞാൻ പുള്ളിയെ ദേക്കൂട്ടിൽ കണ്ടപ്പോൾ പറഞ്ഞതാണ് കോമഡി. ഞാൻ ദേക്കൂട്ടിൽ വെച്ച് പുള്ളിയെ കണ്ടപ്പോൾ പറഞ്ഞു കോമഡി വിടലേന്ന് പറഞ്ഞു. ഇന്ന് മലയാളം സിനിമയിൽ ഏറ്റവും നല്ല കോമഡി ചെയ്യുന്ന ആൾ ദിലീപാണ്. ദിലീപ് ബിസിനസ്സേ അറിയാം. ദിലീപ് ബിസിനസ്സുകാരനാണ്. ഇനിയൊന്നും ദിലീപ് കലാകാരനാണെന്ന് പറയില്ല. ദിലീപ് നല്ല ബിസിനസ്സുകാരനാണ്. എനിക്കതുകൊണ്ട് സ്റ്റഡി ചെയ്യാതെ പറയാൻ പറ്റില്ല. എനിക്കതുകൊണ്ട് ഞാൻ അത് സ്റ്റഡി ചെയ്യാതെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അയാളെ കുറിച്ച് ഞാൻ സിനിമയെ കുറിച്ച് പറയാം. രാഷ്ട്രീയമല്ല. ഞാൻ സിനിമയെ കുറിച്ച് പറയാം. ഞാൻ രാഷ്ട്രീയത്തെ അല്ല പറയാം, സിനിമയെ പറയാം. അയാളെ കുറിച്ച് എനിക്കറിയില്ല. അറിയില്ലാത്ത കാര്യം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കേസ് ഫയൽ എത്ര പേർക്ക് എത്ര വിനയൻ എത്ര പേര് പറഞ്ഞിട്ടുണ്ടാ? വിനയൻ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടാ? ആയിക്കോട്ടെ, ഞാനത് അറിയാതെ എനിക്ക് രാവിലെ വന്ന ന്യൂസാണ്. എനിക്കത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അറിയാത്ത കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതറിയാത്ത പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ആരോടും എനിക്ക് അസൂയ ഇടണം. അസൂയ എനിക്ക് എത്ര പേര് എന്തൊക്കെ ചെയ്യാമായിരുന്നു. ആരോട്